ഹായ്, വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ചിലർ ഫോളോ ചെയ്യുന്നവരായിരിക്കാം, ചിലർ നല്ല റിസൾട്ട് ഇപ്പോൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതായത് നമ്മളിപ്പോൾ എന്ത് കഴിക്കുന്നു എന്നതിലുപരി എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ കീ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിങ് നമ്മളൊരു ടൈമിങ് ഫിക്സ് ചെയ്താൽ ആ ടൈമിങ് തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പം 10 AM to 6 PM എന്നുള്ളൊരു ഫ്രെയിമാണ് നമ്മൾ ഈറ്റിംഗ് ഫേസ് ആയിട്ട് എടുക്കുന്നത് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യാം. അതായത് നമുക്ക് ഫാസ്റ്റിംഗ് ഫേസ് ഉണ്ട്, ഈറ്റിംഗ് ഫേസ് ഉണ്ടല്ലോ. അപ്പോൾ 16:8 ആണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യാനായിട്ട്. ഫാറ്റ് ബേണിങ്ങിന് വേണ്ടിയിട്ടാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ PCOD, പ്രീ ഡയബറ്റീസ് അങ്ങനത്തെ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നത് അത്രയും ബെനിഫിഷ്യൽ ആണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ 1-2 മാസം കൊണ്ട് നമ്മളത് നിർത്തി കളയരുത്. കണ്ടിന്യൂസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 6 months to 1 year നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കാരണം നമ്മളൊരു റിതം ക്രിയേറ്റ് ചെയ്തെടുക്കലാണ് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് എങ്ങനെ ചെയ്യണം, ഏതൊക്കെ മെത്തേഡ് ഉണ്ട് ചെയ്യാനായിട്ട്, അപ്പോൾ ആർക്കൊക്കെ ഏത് മെത്തേഡ് സ്യൂട്ടബിൾ ആവും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.